അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അതാ രാവിലെ ചായൻ്റെ കടി ഉണ്ടാക്കലും പണികളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ടാണ്. രണ്ടാളും സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്ത് ഇന്ന് റേഷനരി ആണല്ലോ ചോറ് വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ അതാ 2 പച്ചക്കായ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ മോര് കാച്ചിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അരിഞ്ഞിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നാളെ രാവിലേക്ക് കടിക്കുള്ള കുറച്ച് പച്ചരി ഉഴുന്നും കൂടി അതൊക്കെ വെള്ളത്തിലിട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാനിരുന്നത് കേട്ടോ. അന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. മറ്റേ ഞാൻ മക്കളെ കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കൽ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകി. അവരൊന്ന് ഫസ്റ്റ് ട്രിപ്പിലാണ് പോയത്. അപ്പോൾ 8:30 ആ വണ്ടി വരുന്നതുകൊണ്ട് അവർ നേരത്തെ പോയിട്ടാണ്. അപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പോൾ സാവധാനം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കറിക്കുള്ള തേങ്ങ അരക്കൽ കഴിഞ്ഞ് ഒക്കെ നുറുക്കി സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാനൊക്കെ ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ചായ കുടിക്കണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ചായ അല്ല ചോറ് എല്ലാം അങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുട്ടികളെ കൂടെയാണ് എപ്പോഴും ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ഉച്ചക്കത് പിന്നെ കുട്ടികളുണ്ടാവില്ലല്ലോ, ഒരു സ്കൂളിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. പിന്നെ അനിയത്തി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ സ്കൂൾ പൂട്ടി അങ്ങോട്ട് ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സ്കൂള് അടുത്ത മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു പൂട്ടുക. നോമ്പിൻ്റെ അവസരത്തിലാണ് അവർക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്താ മോരുകറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അതിൽ പച്ചക്കായ ആദ്യം അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാറുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ അതാദ്യം വേവിക്കാൻ വെക്കണമല്ലോ. അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ നിന്നത്. അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം റേഷൻ അരി ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ തീരെ സുഖമല്ല കേട്ടോ. ചെറിയ അരിയാണ് കിട്ടിയല്ലോ. പക്ഷെ അത് നമ്മൾ ചോറ് വെക്കുമ്പോൾ ഒരു കറി എന്തായാലും ഒരു മിക്സ് ആവാത്ത പോലത്തെ ഒരു ചോറാണ് കേട്ടോ. തീരെ ടേസ്റ്റ് ഇല്ല. ഇപ്പോൾ കുറച്ച് മുന്നൊക്കെ കിട്ടിയത് നല്ല അരി. ഇപ്പോൾ ഈ മാസമൊക്കെ ആയിട്ട് കിട്ടിയ ചീത്ത അരിയായിരുന്നു. പിന്നെ ഞാൻ ഉമ്മാൻ്റെ അവിടെ നിന്ന് എടപ്പാളിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ. അവിടെ നല്ല അരിയാണ് റേഷൻ കടയിലൊക്കെ കൊടുക്കുന്നത്. ഇവിടുത്തെ അരി അത്ര സുഖമല്ല. ഓരോ ചാക്കിലും ഓരോ തരം അരികളല്ലേ വരുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പം ഞാൻ പച്ചക്കായൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലരും പല തരത്തിലാട്ടോ മോര് കറിയൊക്കെ ഉണ്ടാക്കുക. ഞാനിതിപ്പോൾ ഒരു തട്ടിക്കൂട്ട് മോര് കറിയാണ് കേട്ടോ. പക്ഷെ ടേസ്റ്റ് കിട്ടുക സംഭവം നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കൂട്ട് വെച്ചാലൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ ധൃതിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആവും. ആ ഒരു ടേസ്റ്റ് നമ്മൾ സാവധാനം നിന്ന് ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല കേട്ടോ. അത് ഉമ്മ എപ്പോഴും പറയും കേട്ടോ. അങ്ങനെ നമ്മൾ ധൃതിയിൽ എന്തെങ്കിലും വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ മോര് കറിയൊക്കെ ഉണ്ടാക്കാനുള്ളത് റെഡി. പിന്നെ ഇന്ന് ഉണക്കലുണ്ട് കേട്ടോ. മോര് കറിയും ഉണക്കലും ആക്കാമെന്ന് വിചാരിച്ച്. കുട്ടികൾ രാത്രിയിലുണ്ടാവുള്ളൂ. അപ്പോൾ രാത്രി ഞാൻ ഈ പയറുപ്പേരിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ എടപ്പാൾ പോയിട്ടുണ്ടായിരുന്നു, ഒരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പയറും അമരക്കയും വഴുതനങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലത്തെ പയർ ഇന്ന് അരിഞ്ഞ് വെച്ച്. ഇനി അമരക്ക നാളെ അരിഞ്ഞ് വെക്കുള്ളൂ. അപ്പോൾ അരിഞ്ഞ് വെച്ചാൽ കുഴപ്പമില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നേരത്ത് അത് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എളുപ്പമല്ലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കൊടുന്ന് അരിഞ്ഞ് ഓരോ ഡപ്പകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട. അപ്പോൾ ഇന്നൊക്കെ ഒരു മടി തോന്നിയോണ്ട് ഇന്ന് ഞാൻ പയർ മാത്രമേ അരിഞ്ഞ് വെച്ചുള്ളൂ കേട്ടോ. അമരക്കഞ്ഞ് നാളെ അരിയാമെന്ന് വിചാരിച്ച്. അപ്പം നല്ല ഫ്രഷ് പയർ കേട്ടോ. അമരയും പയറൊക്കെ ഒരു പയർ പോലും കേടില്ലാതെ നല്ല ഫ്രഷ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താ പച്ചക്കറിക്ക് കുറച്ച് വില കുറവുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കായൊക്കെ വേവാൻ വെച്ചിട്ട് ഞാനിതാ തൈരെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചക്കായ. ചിലർ പച്ചക്കായും പയറും മമ്പയറില്ലേ അതും കൂടിയിട്ട് കറി വെക്കൂട്ടാവും, നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചക്കറിയായിട്ട്. പിന്നെ ഒരു മീൻ കറിയൊക്കെ ഉണ്ടാക്കി ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഏറി അങ്ങനെ ആയിട്ട് വെക്കുക. ഈ ഭാഗത്ത് പച്ചക്കായും മോര് കറി അങ്ങനെ വെക്കൂല കേട്ടോ. നമ്മൾ എടപ്പാൾ ഭാഗത്തൊക്കെയാണ് അങ്ങനെ വെക്കുക. അപ്പോൾ അതൊക്കെ നന്നായി വെന്തതിന് ശേഷം ഞാനിത് നമ്മളെ തേങ്ങയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും 2 ചെറിയ ഉള്ളിയൊക്കെ കൂട്ടിയിട്ട് അരച്ചതായിരുന്നു കേട്ടോ. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മോരൊഴിച്ച് പിന്നെ നമ്മളെ കറി താളിക്കും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വെക്കാം, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണ് കേട്ടോ. ഞാൻ പിന്നെയും പറയുന്നുണ്ട്, ഇത് എല്ലാവരും ഒരേപോലെയല്ല ഉണ്ടാക്കുക. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കണ ഇതിൽ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താ അല്ലേ, അനിയത്തിൻ്റെ അവിടെ നല്ല പച്ചക്കറിയും കോഴിയും താറാവും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് അവളെ വ്ളോഗിൽ എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തെങ്കിലും കുഞ്ഞഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എന്തായാലും നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഏതായാലും നിങ്ങൾ കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് ചാവക്കാട് പോകണം കേട്ടോ. കുഞ്ഞാറ്റക്ക് മോൾക്ക് സ്കൂളിൽ ഡാൻസ് ഉണ്ട്, കലോത്സവത്തിൻ്റെ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ കൂടെ നമ്മൾ രക്ഷിതാക്കളും കൂടി പോകണത്ര ഡ്രസ്സ്
കലോത്സവത്തിന് കുട്ടികൾക്ക് പരിപാടികൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ടീച്ചർമാരും കൂടെ ഞങ്ങൾ 2 രക്ഷിതാക്കൾ കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇവർ സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷം അത് പോവുള്ളൂ. അപ്പോൾ നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.